ഇതാണ് ഈശോനെ തറച്ച ആണി. അടുത്തേക്ക് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്ത്. ഈശോനെ തറച്ച ആണിയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പം നമ്മൾ സ്കാലപ്പള്ളി, അവിടെയാണ് നമ്മുടെ സ്കാലപ്പള്ളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് ഞാൻ പറഞ്ഞ പോലെ അസിസി, ഫ്രാൻസിസ് അസിസിയുടെ ഒരു സ്റ്റാച്ചു നമ്മളിവിടെ കണ്ടു. ഇതെന്ന് സ്റ്റാച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം റോമിൽ വന്ന സമയത്ത് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ച, അല്ലെങ്കിൽ ബൈബിൾ സുവിശേഷങ്ങൾ പറഞ്ഞ ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു വെച്ചിരുന്നത്. ഇതിനുശേഷം ഇവിടെ നിന്ന് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ മറ്റൊരു പള്ളിയുണ്ട്, ജെറുസലേം പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ജെറുസലേം പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈശോനെ തറച്ച ആണി ഉണ്ട്. പിന്നെ ഈശോനെ എന്താ പറയുക, കുരിത്തറച്ച ആ മരത്തിൻ്റെ പീസുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിനി അത് കാണാനാണ് പോണേ, ജെറുസലേം പള്ളി. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ ജെറുസലേം പള്ളിയിലേക്ക് എത്തുവാണ്. ഇതാണ് ജെറുസലേം പള്ളി. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഈ പള്ളിയിലാണ് ഈശോനെ തറച്ച ആണിയുള്ളത്. പിന്നെ എന്താ പറയുക, ഈശോയുടെ മരക്കഷ്ണം, അതായത് കുരിശിൻ്റെ കഷ്ണം, മരക്കഷ്ണമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല, ആദ്യമായിട്ടൊരു പള്ളിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പള്ളിയുടെ അകത്തേക്കുള്ള വിശേഷം കാണാം. നല്ല രസമാണ് പള്ളി. മേജർ ബേസിലിക്കയുടെ തൊട്ടടുത്താണ് ഈ പള്ളി ഉള്ളതും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് ഇതിൻ്റെ അകത്തുള്ള വിശേഷം കാണാം. അപ്പോൾ നമ്മൾ പള്ളിയുടെ അകത്തേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് പള്ളിയുടെ അകത്തേക്ക് പോയിട്ട് പള്ളിക്കകത്തുള്ള വിശേഷങ്ങൾ കാണാം. ആദ്യമായിട്ട് ഈ പള്ളിക്കകത്തേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞോളൂ ഈ പള്ളിക്കകത്തുള്ള പരിപാടി എന്താണ്. അപ്പോൾ നമുക്ക് ഈ പള്ളിക്കകത്ത് എന്തൊക്കെ കാണാനുള്ളതെന്നും ഒന്നും അല്ലെങ്കിൽ ഇത് വായിച്ചിട്ട് മാത്രമേ ഇതിനകത്ത് എന്തൊക്കെയുള്ളത് ആദ്യമായിട്ട് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കപ്പളത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയുള്ളത്. ഓക്കെ, ഈശോനെ തറച്ച 2 ആണി, ഈശോയുടെ INR അത് എഴുതിയതാണ്, ഈവൻ നസ്രായയുടെ INR എഴുതിയിട്ടില്ലേ, അതുണ്ട്. പിന്നെ ഈശോനെ തറച്ച 2 ആണി. പിന്നെ ഇവിടെ വേറെ തന്നെ ഉണ്ട് കുരിശിൻ്റെ ഭാഗം. ഇത്തരം കാര്യങ്ങളിവിടെ ഉണ്ട്. നമുക്കതെല്ലാം പോയി കണ്ടിട്ട് വരാം കേട്ടോ. ഒരു മ്യൂസിയത്തിലാണ് ഇരിക്കണേ. ഇങ്ങോട്ട് അത് മ്യൂസിയം, ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ആദ്യം പോകാം. നല്ല തണുപ്പാണ് കേട്ടോ അവിടെ. പുറമേ നല്ല ചൂടാണ്, പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പാണ്. നമുക്കിനി ഇതിനകത്തേക്ക് പോയി ഇത് എവിടെയാണെന്ന് കണ്ടേച്ച് വരാം. ഇതിൻ്റെ അകത്താണ് നമ്മൾ പറഞ്ഞ സാധനങ്ങളുള്ളത്. അതിൻ്റെ വീഡിയോ പറ്റുമെന്ന് അറിയില്ല, ഞാൻ ജസ്റ്റ് അകത്ത് കയറി നോക്കാം. വീഡിയോ പറ്റുമെന്ന് നമുക്ക്. ചർച്ച് ഇപ്പകാരെ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കപ്പലയിലേക്ക് കയറുന്ന ഇതുണ്ടോ, കപ്പേള ദെല്ല റിലീ, അതായത് ഈശോയുടെ തിരുശേഷിപ്പ്, തിരുശേഷിപ്പ് എന്നാട്ടോ അർത്ഥം. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറാം. ഞാൻ പറഞ്ഞ സാധനങ്ങൾ ഭാഗത്ത് കാണാം. ഈശോ ആണ് ഈശോനെ തറച്ച ആണി. ഈശോനെ തറച്ച ആണിയാണ് കേട്ടോ ഇത്. ഈശോനെ തറച്ച ആണി. പിന്നെ ഇത് ഈശോയുടെ പലകീര എഴുതിയിരുന്ന INR എഴുതിയിരുന്നത് ക്രോസിൽ എഴുതിയിരുന്ന അതാണ്. പിന്നെ ഇതാണ് കുരിശിൻ്റെ ഭാഗമാണ് കേട്ടോ. കുരിശിൻ്റെ ഭാഗമാണിത്. ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മളിങ്ങോട്ട് താഴ്ത്തി കയറാൻ നേരത്ത് കുറേ കാര്യങ്ങളുണ്ട്. മനസ്സിലാക്കിയ കാര്യം പറഞ്ഞുതരാം. അതിൽ ഹെല്ലെന്ന രാജകുമാരി പുള്ളിക്കാരി വിശുദ്ധിയാണ്. വിശുദ്ധ സെയിൻറ്റ് ഹെലനയാണ്. അപ്പം പുള്ളിക്കാരുടെ റൂമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ വിശുദ്ധ ഹെലന ഇവിടെ നിന്ന് ടൂർ പോയി നമ്മുടെ ഇസ്രായേലിലേക്ക്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം 3 കുരിശ് കണ്ടെത്തി അവിടുന്ന്, എന്താ പറയുക, ഗാഗുൽത്തായിന്ന്. അപ്പോൾ അതിനകത്ത് ഏതാ ഈശോയുടെ കുരിശെന്ന് കണ്ടറിയാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അവിടെ രോഗിയായിട്ട് ഒരാളുണ്ടായിരുന്നു. അപ്പം പുള്ളി അതിനകത്ത് 3 കുരിശിൽ ഒരു കുരിശ് തൊട്ടപ്പോൾ പുള്ളിക്ക് അസുഖം മാറി. അപ്പോൾ അതിൽ നിന്ന് ഒരു കുരിശ് ഈശോയുടെ കുരിശെന്ന് കണ്ടെത്തി അവർ താഴത്തേക്ക് കൊണ്ട് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കുരിശിനെ 3ആയിട്ട് ഭാഗിച്ചിട്ട് അതിനകത്ത് ഒരു കുരിശിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് കൊണ്ടുവന്നു, റോമിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഈശോയുടെ ആണി പ്ലസ് അവിടെ കുറച്ച് മണ്ണും കൊണ്ടുവന്നു. 1996 ഇവിടെ ഇതാണ് ഹെലനയുടെ റൂം. വിളക്ക് കത്തിച്ചിട്ടുണ്ട്, അത് നമുക്ക് കാണാം.
അതാണ് ഹെൽന രാജകുമാരിയുടെ റൂം. വിശുദ്ധ ഹെൽന എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം പുള്ളിയുടെ റൂം അതിൻ്റെ അകത്താണ് കേട്ടോ. അവിടെ കണ്ടു ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് സ്നാനത്തൊട്ടിൽ എന്ന് പറയും. ഇതാണ് പള്ളി ആൾക്കാരുടെ ഇതിൻ്റെ താഴെയാണ് സ്നാനത്തൊട്ടിൽ. അപ്പം ഇതും കിട്ടി. പിന്നെ കുറേ മണ്ണും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് ചരിത്രം പറയുന്നത്. 1996, അപ്പോൾ ഏകദേശം ഞാനൊക്കെ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടെത്തിയത്. വലിയ വർഷമായിട്ടില്ല ഇത് കണ്ടെത്തിയിട്ട്. അപ്പോൾ ഇതിന് കണ്ടെത്തിയതാണ് പറയുന്നത്. ഇതാണ് വിശുദ്ധ ഹെൽനയുടെ മുറി കാര്യങ്ങൾ. എന്തായാലും ഇതൊരു പുതിയ അനുഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ പടങ്ങളും കാര്യങ്ങളും നല്ല രസം കിട്ടും. ഇവിടെ ആ മുകളിലേക്ക് ആൾക്കാരുടെ മുകളിലൊക്കെ പടം വരച്ചിട്ടുണ്ടോ, നല്ല രസമായിട്ട് പടം വരച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ എല്ലായിടത്തും പടങ്ങൾ ഭയങ്കരമായിട്ട് നല്ലൊരു പടം വരച്ചു. ഹെൽന രാജകുമാരി, അതുകൊണ്ടാണ് ഈ കുരിശും പിടിച്ചേക്കുന്നത്. ഈ കുരിശിൻ്റെ ഫോട്ടോ ഞാൻ വേറെ സ്ഥലത്ത് കണ്ടല്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്റ്റാച്ചു കണ്ടിരിക്കുന്നത്. ഇത് ഹെൽന രാജകുമാരിയാണ്, പുള്ളിക്കാരിയാണ് കുരിശിൻ്റെ ഭാഗം ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതിമ അവിടെ. എന്തായാലും കൊള്ളാം. ഇതൊക്കെ പുതിയ അനുഭവങ്ങളാണ്, പുതിയ എക്സ്പീരിയൻസാണ്, പുതിയ അറിവുകൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്കാം. അടുത്ത് നമ്മൾ പോകുന്നതിന് കൊളോസിയത്തിലേക്കാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ബസ് എടുക്കണം, ഇത് കൊളോസിയത്തിലും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.